ശരി, അപ്പൊ എന്തായാലും ഡെഡിക്കേഷൻ റൗണ്ടിലാണ് അടുത്ത ആളോട് പെർഫോം ചെയ്യാൻ വരുന്നത്. ലെറ്റ്സ് വെൽക്കം ആൻസറക്കുട്ടി ഓൺ സ്റ്റേജ്. ആൻസറക്കുട്ടി, എന്തോ ഇത് കസവ് മുണ്ട്, എന്തു സുന്ദരിയാണ്. നടുക്ക് എന്താ ഉഡിയാണോ? അരപ്പട്ട. അതിന് ഉഡിയാണെന്നും പറയത്തില്ല. ചക്രവർത്തി കുമാരനെ കണ്ടോണ്ടാ വന്നേക്കണേ. ആരാണ്? അത് MG കുട്ടൻ. ഓർക്കാപ്പുറത്തിന് അടിയായി. അതങ്ങ് ഇഷ്ടപ്പെട്ടതാണ്. അല്ല, ഞാൻ പറഞ്ഞു ഓർക്കാപ്പുറത്ത് ഏതൊരു അടിയെന്ന് സിംഹത്തെ പറഞ്ഞപ്പോ നമ്മള് ചക്രവർത്തി കുമാരി. എന്റെ മുത്ത്, എന്റെ ചക്കര അതിന് ഉപേക്ഷിച്ചോ മധു? വരും വരും. മധുമംഗല ശർക്കര വരട്ടി. അപ്പൊ ഈ പുതിയ ഈ റൗണ്ടിൽ ഏത് പാട്ടാ പാടുന്നത്? ചക്കര പന്തലിൽ. ഓ, അതാണോ? തേൻമഴ പൊഴിയാണ്. ആ, അപ്പൊ ആർക്കാ ഇത്? ആർക്ക് വേണ്ടിയാ മോള് പാടാൻ പോണേ? എന്റെ ഗ്രാൻഡ് മദർക്കും ഗ്രാൻഡ് ഫാദറിനാ. അവരുടെ കല്യാണത്തിന് പന്തലില് വെച്ച പാട്ടാണ് ചക്കര പന്തലില്. ഇതാണോ? അതേ, ഈ മീശയില് സ്പെഷ്യലിസ്റ്റ് അല്ലേ? അതെ കണ്ടോ, 2 ഫോട്ടോ. എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് ഏതോ സിനിമയിലൊക്കെ കണ്ടു. അരിവാള് പോലത്തെ മീശ. മുകളിലോട്ട് ഇങ്ങനെ പിരിച്ചു വെച്ചേക്കുന്നുണ്ടാ. അല്ലെ, പണ്ടത്തെ ഒരു സ്റ്റൈലാണ് കേട്ടോ ഈ മീശ ഇങ്ങനെ മേലോട്ട് വെക്കുന്നത്. അപ്പൊ അപ്പൂപ്പനും അമ്മമ്മയ്ക്ക് വേണ്ടിയാണ് അല്ലേ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അവരുടെ കല്യാണ പന്തലിൽ വെച്ച പാട്ടാണ് അല്ലെ ആൻസറക്കുട്ടി? എന്ന് പറഞ്ഞു കേട്ടു. അപ്പൊ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. എന്തായാലും അദ്ദേഹം ഏതോ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. കുറെ സിനിമയിലുണ്ട്. നമുക്ക് ഒരു ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഒരു ക്ലിപ്പ് നോക്കാം. അല്ല, ഇതാര്? രാജപ്പൻ സാറോ? സാറേ, ആ സ്ത്രീ സാറിന്റെ ഭാര്യ തന്നെയാണ് സാർ. സ്വന്തം ഒറിജിനൽ ഭാര്യ. ഇതെന്ത് പറ്റി സാറേ? വല്ല അലവലാദികളും പറ്റിച്ച പണിയായിരിക്കും അല്ലേ? താനാരാ? മത്തായി, തന്നെ ഇവിടെ ആരെങ്കിലും വിളിപ്പിച്ചോ? ഞാൻ വീട്ടിൽ ചെന്നപ്പോഴാണ് രാജപ്പൻ സാറിനെയും ഭാര്യയും വ്യഭിചാര കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുന്നത് കേട്ടത്. 444 ആ സ്ത്രീയെ വിളിക്കൂ. സാർ, ഇതെന്റെ ഭാര്യയാണ് സാർ, സ്വന്തം ഭാര്യ. നിന്റെ ഭാര്യയോ? ആദ്യം നീ പറഞ്ഞു ഈ മനുഷ്യന്റെ ഭാര്യയാണെന്ന്. നിനക്ക് എത്ര ഭാര്യമാരുണ്ടോടാ? കോൺസ്റ്റബിൾ, ഇതിനകത്തേക്ക് കൊണ്ടുവരൂ. അപ്പൂപ്പൻ പുലി. അതെ അതെ അതെ, അപ്പൂപ്പൻ ഇവിടെ ഉണ്ടോ? എന്റെ മുന്നേ എവിടെ? സിനിമ അകലങ്ങളിൽ അഭയം. ഇതിലെ നായകൻ ആരായിരുന്നു? മധു, ശാരദ, ഷീല, സോമൻ, സുകുമാരൻ. ഓ, അന്നത്തെ ഒരു മൾട്ടി സ്റ്റാർ മൂവിയായിരുന്നു. അവരെയൊക്കെ വരട്ടുന്ന ഇൻസ്പെക്ടർ സാറായിരുന്നു. അവ എല്ലാ ഭാവങ്ങളും ഇനിയുണ്ട് ഒരംഗത്തിന്. അതെ, അതാണ് സിനിമ അല്ലേ? ആ അന്ന് അത്രയും കൊല്ലം മുമ്പ് അഭിനയിച്ചില്ല. ആ ഇപ്പോഴും കാണുമ്പോ നമുക്ക് നമ്മുടെ ചെറുപ്പം കാണുകയും ചെയ്യാം, എന്നും അവിടെ ഉണ്ടാവുകയും ചെയ്യും. അതൊരു ഇതാണ് അല്ലേ സിനിമയുടെ ഒരു. മോൾ അപ്പൂപ്പിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അവരുടെ കല്യാണ പന്തലിൽ വെച്ച പാട്ട്. അതെ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചക്കര പന്തലിൽ തേൻ മഴ ചൊരിയും
ആഹാ വെരി ഗുഡ് വെരി ഗുഡ്. സൂപ്പർ. അപ്പൊ ആൻസർ കുട്ടി കുറെ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പാടി. കാരണം കുറെ ഭാഗങ്ങൾ അതിന് പകരം കുറെ ഭാഗങ്ങൾ കുറച്ചൊന്ന് പോവുകയും ചെയ്തു. ഇനി എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ തുണയാകാൻ വാന്നല്ലേ അതോ തുഴയാകാൻ വാന്നാണോ? ഇവിടെ ഒരു വരിയുണ്ടല്ലോ, തുണയാകാനാണ് തുഴയാകാനോ? അതൊരു ക്ലാരിറ്റി ഇല്ലല്ലോ മോളെ. താമര വള്ളം തുഴയാനാണോ? തുഴയാൻ പാടിക്കുന്നു. താമരവെള്ളം തുണയാൻ നഗരം തുഴയാൻ. കേട്ടോ, അതൊന്ന്. പിന്നെ കാത്തിരിപ്പു, അവിടെ ഒരു പ്രശ്നം. മധുരം, അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പിന്നെ മീട്ടിത്തരുമോ, അവിടെ ശ്രുതിയുടെ പ്രശ്നമുണ്ട്. വിജനലത, അവിടെ വരുമ്പോ താളം കുറച്ച് ഓടുന്നുണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട്. ഇന്ന് മോക്ക് എന്തെങ്കിലും ചുമയോ വല്ലതും ഉണ്ടോ? ഉണ്ട്, ചുമയുണ്ടല്ലേ? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒരു മേളിലൊക്കെ പോകുമ്പോ മോക്ക് സാധാരണ പാടുന്ന ഒരു ഈസി ആയിട്ട് പോണ ഒരു സംഭവം കിട്ടുന്നില്ല. ഒരു ചെറിയ ചുമ ഇങ്ങനെ വരുന്ന പോലെ തോന്നുന്നു. ഓ, നമ്മളൊക്കെ കിടന്ന് കഷ്ടപ്പെടുക നമ്മളെ. കാരണം ഓരോ പ്രോഗ്രാമിന് പോകുമ്പോഴത്തേക്ക് ഗാർഗിൾ ചെയ്യുക, മരുന്ന് കഴിക്കുക, ഗാർഗിൾ ചെയ്യുക. കാരണം ഈ സീസണില് ഞാൻ അനുഭവിച്ചു. എം ജി സാറിന്റെ സൗണ്ട് ഇപ്പൊ കേട്ടില്ലേ? ഒരു കിണുക്കം കണ്ടോ? അതിപ്പോ രക്ഷയില്ല. അത് 2-3 ദിവസം കഴിയുമ്പോ ശരിയാവും. അവക്ക് ചുമ എന്നിട്ട് അവള് ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മോളെ. പാട്ട് നല്ല പാട്ട്. മോളെ സെലക്ഷൻ ഈസ് വെരി ഗുഡ്. കുറെ ഭാഗങ്ങൾ നന്നായിരുന്നു. കോസ്റ്റ്യൂം നൈസ്, എവറിത്തിങ് ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ടക്കരക്കുട്ടി മുട്ടിട്ട് ടക്കരി ടക്കടി. എന്നാലും ഞാൻ വരാതിരുന്നപ്പോ എന്റെ റിമുക്കുട്ടി എന്തേന്ന് ചോദിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. എന്നെ ഒരു അന്വേഷിച്ചല്ലോ, അത് തന്നെ വലിയ സന്തോഷം. റിമിക്കുട്ടിയെ മാത്രമോ? പിന്നെന്താ റിമിക്കുട്ടി, ബിന്നി മാം ഉണ്ടായിരുന്നു. അപ്പൊ റിമിക്കുട്ടി ഉണ്ടായിരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞില്ലേ വയ്യായിരുന്നെന്ന്. ആ കാര്യമാണ് പറഞ്ഞത്. അവിടെ ചോദിക്കുന്ന ബിന്നി മാം ഉള്ളപ്പം റിമി വേണ്ടതല്ലേ എന്ന്. അതാണ് വയ്യല്ലോ. ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും വയ്യെങ്കിൽ എങ്ങനെ എവിടെ വന്നിരിക്കുന്നു? എന്തെങ്കിലും പറയണ്ടേ? ഇങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ വന്നിരിക്കാനാണെങ്കിൽ വരാട്ടോ. ഇത് അടിപൊളിയായി പാടി കേട്ടാ. പിന്നെ എന്നും പാടുന്നതിന്റെ അത്ര ചില മുകളിലോട്ട് പോകുന്ന ആ മധുരം കിള്ളിത്തരുമോ, ഹൃദയം നിറയെ ആ ഒറ്റ വരിയില്ലേ മുകളിലോട്ട് പോകുന്ന, അതൊക്കെ ഇച്ചിരി സ്ട്രെയിൻ എടുത്ത് പാടി. എന്നാലും കുഞ്ഞു അത് പാടി ഒപ്പിച്ചല്ലോ അല്ലെ? ഇത്രയും വരികളൊക്കെ വെച്ച് പഴയ പണ്ടത്തെ നാടക ഗാനങ്ങളിലെ എല്ലാവരുടെയും ഫേവറേറ്റ് ഒരു പാട്ടാ ഇത്. ചക്കരപ്പന്തലിൽ തേൻമഴ. ഇത് ഭയങ്കര അത്ര ഹിറ്റ് പാട്ടാ ഇത്. നമ്മൾ ആക്ച്വലി ഡീറ്റെയിൽ നമ്മൾ ചോദിച്ചില്ല അല്ലേ? അതെ, മോളത്ത്. കാരണം ഇതിന്റെ പുതിയ റൗണ്ടിന്റെ ഒരു ആവേശത്തിലായിപ്പോയി. ഞാനേ ഇത് ചോദിക്കാൻ വിട്ടുപോയി. ആരാ പാടിയത്? കോമള. വെരി ഗുഡ്. എഴുതിയത് വയലാർ രാമവർമ്മ സാർ. സംഗീതം മ്യൂസിക് ദേവരാജൻ മാസ്റ്റർ. ആൻഡ് സിനിമയുടെ പേര് സിനിമയോ ഡ്രാമയാണോ? KPSCയുടെ ഡ്രാമ. നോ പ്രോബ്ലം. ഡ്രാമ കതിരു കണാക്കിഴി. കിഴിയോ? കിളി. ശരി. പിന്നെ കിഴി എന്ന് വിളിക്കണ? അല്ല, കിഴിയെന്നാ പറഞ്ഞത്. ഞങ്ങ കേട്ടത് കിഴിന്നാണ്. ഞാൻ കടിച്ചു പിടിച്ച് നിൽക്കുകയാണേ. ഞാൻ ചോദിച്ചപ്പോ എന്താ പറയണോ? ശരി, ചോദിച്ചെന്നുള്ളേ ഉള്ളൂ. ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലായി. ഇടുക്കി ഓ എല്ലാം തികഞ്ഞവൾ എന്ന ചിത്രത്തിൽ നിന്നും, മിടുക്കിക്കുട്ടി എന്ന ചിത്രത്തിൽ നിന്നും, അമ്മിണിക്കുട്ടി എന്ന ചിത്രത്തിൽ നിന്നും. ഇതൊന്ന് ഓഫ് ചെയ്യോ? ആൻസർ കുട്ടി. എന്തോ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. എന്തൊക്കെയാ നല്ല വിശേഷങ്ങൾ? നല്ല വിശേഷം എന്ന് പറഞ്ഞില്ലേ? നല്ല വിശേഷം. ഇനി ഭീഷണിയാവട്ടോ. അയ്യോ, ഞാൻ ഒന്നും ചോദിക്കുന്നില്ല. ഓൾറെഡി പറഞ്ഞില്ലേ ഇത്? എന്തായാലും ഈ വേഷം കലക്കിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. നല്ല മാച്ചിങ്. ഇന്ന് എന്തോ ഒരു ഹൈ പിച്ച് ഒക്കെ പോകുമ്പോ സ്ട്രെയിൻ ഉണ്ട്. എന്തോ ഒരു സ്ട്രെയിൻ ഉണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് തോന്നി. അതിന് തോന്നിയില്ല. ആണോ? അത് നിങ്ങൾക്ക് തോന്നിയതാണ്. വെറുതെ തോന്നുന്നു ഓരോ കാര്യങ്ങൾ. പിന്നെ നിന്മനോ രാജ്യത്തെ രാജകുമാരിയായി, അതൊക്കെ ഒന്ന് പാടിയ കേക്കട്ടെ. നിന്മനോ രാജ്യത്തെ രാജകുമാരിയായി, നിന്മനോ രാജ്യത്തെ നിന്മനോ രാജ്യത്തെ മോളെ അവിടെ അതെ രാജ്യത്തെ പഠിച്ചു പോയതാ. അതിങ്ങനെ സംഗതിക്ക് കുറച്ച് ക്ലാരിറ്റി വേണം. നമ്മുടെ പഴയ ആൻസർ കുട്ടിയല്ല ഇന്ന് ക്വസ്റ്റ്യൻ മാർക്കാ. ഓക്കെ, അപ്പൊ എന്തായാലും ബാക്കി ഈ സെലക്ഷൻ ഒക്കെ കൊള്ളാം, അടിപൊളി. അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും, അപ്പൂപ്പനും അങ്ങനെ എന്താ വിളിക്കണേ?
ബെന്നി ഡാഡി. വലിയ ഡാഡി. വലിയ ഡാഡി. അല്ല, ബെന്നി ഡാഡി. ബെന്നി ഡാഡി പിന്നെ മമ്മ. മമ്മ. അപ്പൊ ബെന്നി ഡാഡിക്കും മമ്മയ്ക്കൊക്കെ ഇന്ന് സന്തോഷമായി കാണും ഈ പാട്ട് കേട്ടപ്പോ. അവരുടെ കല്യാണ പന്തലിൽ വെച്ച പാട്ടല്ലേ. ബെന്നി ഡാഡി ഇന്ന് അഭിമാന പുളകിതനായിരിക്കുക. കാരണം കൊച്ചു ബെന്നി ഡാഡി എന്ന് 10 തവണ പറഞ്ഞു. വലിയ ഡാഡി. ബെന്നി 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 ചെവി കേൾക്കാൻ വയ്യ. ഞാൻ അങ്ങനെ പറഞ്ഞ ബെന്നി ഡാഡി ഇന്ന് അഭിമാന പുളകിതനാ. കാരണം കൊച്ചുമകളെ ഇത്രയും പേരുടെ മുന്നിൽ അഭിനയിച്ച സിനിമയുടെ ക്ലിപ്പിംഗ്സ് വരെ കാണിച്ച് ഡെഡിക്കേഷൻ റൗണ്ടിൽ ഉപയോഗിക്കാൻ പറ്റി. സ്മോൾ തിങ്. പിന്നെ മാത്രല്ല ഇപ്പൊ വിവാഹ വാർഷികം ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ തോന്നുന്നു അല്ലേ? ആനിവേഴ്സറി ആയിരുന്നു. അതെ. അപ്പൊ എന്തായാലും ബിലേറ്റഡ് ആനിവേഴ്സറി വിഷസ്. അപ്പൊ എന്തായാലും കൊള്ളാം ആൻസർ കുട്ടി. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒന്നും കൂടി കേൾക്കാൻ നല്ല സുഖം ഉണ്ടാവും എല്ലാവർക്കും കേട്ടാ. അടുത്ത തവണ ശരിയാക്കിയാ മതി. ഓക്കെ. എന്റെ ചങ്ക 3 പേരും. മാർക്ക് കിട്ടുന്നതിന് മുമ്പ് അതെ 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 അതെ. മക്കളെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തിരിക്കും. പക്ഷേ ഇപ്പൊ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കിയിരിക്കുകയാണ്. നമ്മളിപ്പോ അടുത്തൊരു ഘട്ടത്തിലോട്ട് കയറി. അതെ. ഇനി അടുത്ത മാസം അടുത്ത ഘട്ടമാവും. വീണ്ടും മറ്റേ ചേട്ടൻ വരും. അതെ. ഏത്? അപ്പൊ നമ്മള് കൃത്യമായിട്ട് പഠിച്ചോണ്ട് വന്നില്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങളെ ചക്കരെ തേനെ മുത്തേന്നോ എന്ത് വിളിച്ചു കഴിഞ്ഞാലും പാടിയത് എന്താണോ അതിന് കറക്റ്റായിട്ട് മാർക്ക് തരും. സോ ടുഡേ വി ആർ ഗിവിംഗ് യു 96 out of 100. താങ്ക് യു. ആടി ഒരു ബെന്നിയപ്പൂ കുട്ടി. താങ്ക് യു. അപ്പൊ ആൻസർ കുട്ടി ഹാപ്പി അല്ലേ? ഹാപ്പി ആയി. ടാറ്റാ. അപ്പൊ അപ്പൂപ്പന്റെ അമ്മൂമ്മയ്ക്ക് നമ്മൾ ഡെഡിക്കേഷൻ കൊടുത്തു അല്ലേ? അപ്പൊ അടുത്ത റൗണ്ടിൽ കാണാം. ഓക്കെ. ടാറ്റാ. ടാറ്റാ. ടാറ്റാ.